ഇപ്പോൾ ശ്രീ ടി സിദ്ദിഖ് MLA അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹം ശ്രീനഗറിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ ടി സിദ്ദിഖ് MLA, അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. താങ്കൾക്ക് അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ശ്രീ ടി സിദ്ദിഖ് MLA? ഒന്ന് ജെയിംസ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ എല്ലാരെയും കരയിപ്പിക്കുന്ന, വളരെ വേദനിപ്പിച്ച, വലിയ രാജ്യത്തെ തകർക്കാൻ നേതൃത്വം കൊടുക്കുന്ന ചിത്രശക്തിയുടെ ഭീകരാക്രമണത്തെ വല്ലാത്തതായിട്ടുള്ള ഒരു പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത്. ഇതില് മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകൾ ആരതിയും 2 കൊച്ചു കുട്ടികളും ഒന്നിച്ചുള്ള സന്ദർഭത്തിലാണ് ഈ കൊടിയ കൊലപാതകം നടക്കുന്നത്. ഞാൻ അല്പം മുമ്പ് ഈ കുട്ടിയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോ ആരതിയുടെ രാമചന്ദ്രന്റെ ഭാര്യ ഷീല ശ്രീനഗർ അവരുടെ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് അവര് എത്തിയിട്ടുണ്ട്. രാമചന്ദ്രന്റെ ബോഡി ശ്രീനഗറിലുള്ള ഹോസ്പിറ്റലിലേക്ക്, SMHS ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങള് ഇതുമായിട്ട് ഇതിന്റെ ഏകോപനം നന്നായി ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഈ അച്ഛന്റെ മരണം നേരിട്ട് കണ്ട മകൾ ധൈര്യത്തോടു കൂടി ഇപ്പോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരാശ്വാസം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷമത്തെ തരണം ചെയ്യണം. അദ്ദേഹത്തിന്റെ ബോഡി ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ രണ്ട് മക്കൾ അവര് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അവർ നാളെ ഇങ്ങോട്ട് വരും. അമ്മ അറിഞ്ഞിട്ടില്ല മരണം. രാമചന്ദ്രന്റെ ഭാര്യ ഈ മരണവിവരം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും അറിയിക്കാതെ നാളെ എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ഭൗതിക ശരീരം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ക്രമീകരിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖ് MLA, ഇപ്പോൾ നേരത്തെയും നോർക്ക റൂട്ട്സിന്റെ ഒക്കെ അറിയിപ്പുകൾ കൂടി വരുന്നുണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ അറിയിപ്പുകളും ഒക്കെ വരുന്നുണ്ട്. താങ്കൾ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ ഈ മുഖ്യമന്ത്രിയുമായൊക്കെ ടി സിദ്ദിഖ് MLA? ഞാന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ സ്പീക്കറായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ കോർഡിനേഷൻസും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും കോണ്ടാക്ട് ചെയ്യും, തർക്കമില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്ന മുകേഷ് MLA ഉണ്ട്, ആൻസലുണ്ട്, KPA മജീദ് MLA ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ളതായിരിക്കുന്ന കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അല്പം മുമ്പ് ആരതിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവരെ പരമാവധി കൺസോൾ ചെയ്യാൻ, ആശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിനെ എങ്ങനെ പറയും, എന്തു പറയും എന്നുള്ളത് അറിയില്ല. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ ശ്രീ ടി സിദ്ദിഖ് MLA? ഞങ്ങള് വൈകുന്നേരം 5 മണിക്കാണ് ശ്രീനഗർ എയർപോർട്ടിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞങ്ങൾക്ക് 1-2 സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ സെക്യൂരിറ്റി ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് ഞങ്ങളെ താമസ സ്ഥലത്ത് സർക്യൂട്ട് ഹൗസിലേക്ക് മാറ്റി. നാളെ ഒഫീഷ്യലായിട്ടുള്ള ഞങ്ങളുടെ കേരള അസംബ്ലിയുടെ അഷ്വറൻസ് കമ്മിറ്റിയുടെ വിസിറ്റ് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അസംബ്ലി കമ്മിറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ വെച്ചിട്ടുണ്ട്. അതിനി എത്രത്തോളം പ്രായോഗികമായി നടക്കും എന്നുള്ളത് അറിയില്ല. ഇതില് പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു സ്ഥലമാണ്. പെഹൽഗാം ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ഹില്ലേരിയയിലേക്ക് പോയി ആ ഏരിയയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ നിന്ന് ബോഡി ആളുകളെയൊക്കെ താഴോട്ട് കൊണ്ടുവന്ന് അവരെ അതാത് സ്ഥലത്തേക്ക്, സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ശ്രീ ടി സിദ്ദിഖ് MLA അവിടെ നിന്ന്
ഉള്ള വിവരങ്ങൾ നൽകിയ അദ്ദേഹം അവിടെയുണ്ട്. നിയമസഭാ സമിതിയുടെ സന്ദർശനവും ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഉൾപ്പെട്ട MLA-മാരുടെ സംഘം അവിടെ എത്തിയത്. അദ്ദേഹം ഈ വിഷയം ഇപ്പോൾ സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊല്ലപ്പെട്ട N. രാമേന്ദ്രൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കായുള്ള ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് ടി സിദ്ദിഖ് MLA.